أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله. ആദരണീയനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവர்களെ, ആദരണീയനായ തിരുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, ആദരണീയനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ, ആദരണീയനായ പ്രൊഫസർ അലിക്കുട്ടി മുസ്ലിയാർ, വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാരെ, മന്ത്രിമാരെ, MLA-മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള SYS-ന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. SYS-ന്റെ 60ാം വാർഷികം 2013 ഏപ്രിൽ 4, 5, 6 തീയതികളിൽ കാസർഗോഡ് വെച്ച് നടക്കുമെന്ന് ആദരണീയനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിനു വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെയൊരു മഹാസമ്മേളനം വിളിച്ചു കൂട്ടിയത്. തീർച്ചയായും ബഹുമാന്യനായ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബഹുമാന്യനായ മുനീർ സാഹിബും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ സമ്മേളനം തന്നെ ഒരു മഹാസമ്മേളനത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുമ്പോൾ ഏപ്രിൽ നടക്കാനിരിക്കുന്ന കാസർഗോട്ടെ 60ാം വാർഷിക സമ്മേളനം കാസർഗോഡ് പട്ടണവും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളുമെല്ലാം ജനസംഖ്യയും കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരവസ്ഥയിലാകും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കഴിഞ്ഞ 60 വർഷക്കാലമായി ദീനീ പ്രവർത്തന രംഗത്ത്, മതവിദ്യാഭ്യാസ രംഗത്ത്, അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും SYS-നും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ വ്യവസ്ഥാപിതമായി മദ്രസാ പ്രസ്ഥാനം നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇവിടെ നേരത്തെ ബഹുമാനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അവർ സൂചിപ്പിച്ചതുപോലെ വ്യവസ്ഥാപിതമായ മദ്രസാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതും അതിനെ വളർത്തി വലുതാക്കി ഇന്നത്തെ നിലയിലെത്തിച്ചതിനും സമസ്ത കേരളക്കും അതുപോലെ തന്നെ SYS-നുമുള്ള പങ്ക് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സമുദായത്തെയും സമൂഹത്തെയും ആധുനിക കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ അതിജീവിക്കുവാൻ പ്രാപ്തരാക്കുന്നതിന് ഉപയുക്തമാകുമാറും ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലും വൈവിധ്യമാർന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ സ്കൂൾ തലം മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ ആരംഭിക്കുവാനും അത് സ്തുത്യർഹമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും വിദ്യാർത്ഥി സമൂഹത്തെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലടക്കം വിദ്യാഭ്യാസത്തിനു വേണ്ടി അയക്കുവാൻ കഴിയുന്ന ഒരു മഹൽ പ്രസ്ഥാനമായി മാറുവാൻ സമസ്തയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിൽ എല്ലാ കാലഘട്ടങ്ങളിലും ജനാധിപത്യപരമായ രീതിയിലുള്ള പങ്ക് നമ്മൾ വഹിച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലും അവകാശങ്ങൾ കവർന്നെടുക്കാൻ ഈ സമുദായം ഒരിക്കലും മുന്നോട്ട് വന്നിട്ടില്ല. നമുക്ക് അർഹതപ്പെട്ടത് ലഭിക്കാതെ വരുമ്പോൾ പ്രസംഗങ്ങളും പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിനെ വർഗീയമായും ചേരിതിരിവായും ഒക്കെ കാണാൻ ശ്രമിക്കുന്നത് വിശാല മനസ്കർക്ക് ചേർന്ന സമീപനമല്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതോടൊപ്പം തന്നെ സുന്നി യുവജന സംഘം ഈ പോയ വർഷങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള അംഗീകാരവും സ്ഥാനമാനങ്ങളുമെല്ലാം
ഇവിടെ പറഞ്ഞതുപോലെ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും ആ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥി സമൂഹത്തിലും അതുപോലെ തന്നെ പൊതുവെയുമെല്ലാം അച്ചടക്കത്തിനും ആത്മാർത്ഥതക്കുമെല്ലാം മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു മതേതര ബഹുസ്വര സമൂഹത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും അതനുസരിച്ചുള്ള നേട്ടങ്ങൾ സമുദായത്തിനും സമൂഹത്തിനുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാനും വരാനിരിക്കുന്ന വർഷങ്ങളിലും സമസ്തക്കും അതുപോലെ തന്നെ SYS-നും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ 60-ാം വാർഷിക സമ്മേളനം ഏപ്രിൽ മാസത്തിൽ കാസർഗോഡ് നടക്കുന്ന സമ്മേളനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുവാൻ നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി 2014 ഏപ്രിൽ മാസത്തിലാണ് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.